മുരളിച്ചേട്ടൻ്റെ ആ പുസ്തകത്തിലെ അഭിനയത്തിൻ്റെ രസതന്ത്രം, അതിനകത്ത് ഈ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു നാടകത്തെക്കുറിച്ച് പറയുന്നില്ലേ, അഭിനയിക്കുമ്പോൾ കൂടെ ആനിവേഴ്സറിക്ക് ഒരു പാട്ട് പാട്ട് പാടാനായിട്ട്. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ ആർത്തലച്ചു കയറുക ഒത്തുനാം കുതിക്കുക, അങ്ങനെ ഒരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ 4-5 കുട്ടികളെ വിളിച്ചിരുത്തി. എനിക്ക് പാട്ടിനെ പറ്റി അതിൽ ഗ്രാഹ്യമില്ല. ആദ്യത്തെ ദിവസം കൂടെ കൂടി, 2ാം ദിവസമായപ്പോൾ സാറെന്ന് പറഞ്ഞ് ശ്രുതിയും താളമൊന്നുമില്ല. അപ്പോൾ ഈ ശ്രുതി എന്തുവാന്നും താളം എന്തുവാന്നും അറിഞ്ഞൂടാ. അങ്ങനെ എന്നെ ഇറക്കി വിട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു അത്തരം ചില അനുഭവങ്ങൾ വളരെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ഒരു തീ തരും, ഒരു ചൂട് തരും, ചൂട് തരും. അത്തരം അനുഭവങ്ങളെ അതിജീവിക്കാനുള്ള പരിശ്രമങ്ങളാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ സഹായിക്കുന്നത്. അതുകൊണ്ട് മുരളിച്ചേട്ടൻ അത് കഴിഞ്ഞ് പിന്നെ പാട്ട് പഠിക്കാൻ പോയോ? ഇല്ല. പാട്ട് പഠിച്ചിട്ടേ ഇല്ല. അതിമനോഹരമായി കവിത ചൊല്ലുമല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് കവിത ചൊല്ലുന്നത്. അതെ, നന്നായിട്ട്. അത് ഞാൻ എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ ഒരു വായനശാലയുണ്ട്, ദേശസേവിനി എന്ന് പറയുന്നത്. ഈ വായനശാല പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ഇടതുപക്ഷത്തിന് വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടേത്. വലിയ ജന്മിമാരോ വലിയ കാശുകാരോ ഇല്ല, എല്ലാവരും ഇടത്തരക്കാരാണ്. എല്ലാ വീട്ടിലും വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പോൾ ഈ പുസ്തക വായന, അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് കുട്ടിക്കാലത്തെ ഒരു ശീലമായിരുന്നു. ഒരു പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ 3-4 സുഹൃത്തുക്കൾ കൂടി കഴിഞ്ഞാൽ ഒരു പുസ്തകത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് എപ്പോഴും. അപ്പോൾ അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഇവിടുത്തെ നാടക പ്രസ്ഥാനം, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് കാണുകയും ചെയ്തപ്പോൾ ഈ വായനയുടെ താല്പര്യം കുറച്ചുകൂടെ കൂടി. ഉദാഹരണത്തിന് നരേന്ദ്രപ്രസാദ്, കടമ്മനിട്ട, VP ശിവകുമാർ, വിനയേന്ദ്രൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, പിന്നെ എപ്പോഴും നമ്മൾ കണ്ടും കേട്ടുള്ള കാവാലം, അദ്ദേഹത്തിൻ്റെ നാടക സംഘം, ആ നാടകങ്ങൾ, കഥകളി. ഇവിടെ നിന്ന് താമസിച്ചിരുന്നത് കടമ്മനിട്ടയുടെ കൂടെ ലോഡ്ജിലായിരുന്നല്ലോ? അതെ. അവിടെ വെച്ച് ഈ നാടകങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കെ വായിക്കുന്നത് ഞാൻ കേട്ടു. രാത്രി കവിത, ഞാൻ സച്ചിദാനന്ദൻ്റെ സത്യവാങ്മൂലം എന്ന കവിതയും കടമ്മനിട്ടയുടെ പശുക്കുട്ടിയുടെ മരണം എന്ന കവിതയും സ്റ്റേജിൽ അവതരിപ്പിക്കുമായിരുന്നു. ചൊൽക്കാഴ്ച. അത് ഈ പശുക്കുട്ടിയുടെ മരണം എന്ന് പറയുന്ന കവിത ഒരു വലിയ കയറുമായിട്ട്, അത് പശുക്കുട്ടിയായി അങ്ങനെയൊക്കെ പോകുന്നൊരു നരേന്ദ്രപ്രസാദ സംവിധാനം, സ്വന്തം കയറിൽ സ്വയം ചുറ്റും. അതെ തന്നെ. ഈ നാടകങ്ങൾ ചെന്ന് നമ്മൾ റിയലിസ്റ്റിക് നാടകങ്ങൾ കഴിച്ചിട്ട്, വായനശാല ഭാഷ തന്നെ കഴിച്ചിട്ട്, പിന്നെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റൈലിയസ് നാടകങ്ങളിലേക്ക് പോയല്ലോ, നരേന്ദ്രപ്രസാദ് കൂടെ ആയപ്പോൾ. അത് കഴിഞ്ഞ് സിനിമയിലേക്ക് ഇപ്പോൾ വീണ്ടും റിയലിസ്റ്റിലേക്ക് തിരിച്ചു പോയി. ഇത് എപ്പോഴെങ്കിലും ഒരു ചേരായിക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓരോ സ്റ്റേജിലും വരും. അതായത് ഒരു തീരെ ശിക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നാടകം കളിച്ചിട്ടുള്ളത് ഞങ്ങൾ. അപ്പം സ്റ്റേജ് എന്ന് പറയുന്നതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചോ അതിൻ്റെ ഒന്നും അറിയില്ലല്ലോ. 2 ലൈറ്റ് വെക്കും, പ്രോംപ്റ്ററുണ്ട്, പുള്ളി പറയും, നമ്മൾ ഏറ്റു പറയും, നാടകം നന്നായി നാളിൽ പറയും, അല്ലാതെ വേറെ യാതൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. ശരിക്കും തിരുവനന്തപുരത്ത് ഈ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു നാടക ക്യാമ്പിലാണ് ഞാനിത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം വരുന്നത്. അപ്പോൾ അന്ന് വരെ ധരിച്ചിരുന്നത് മുഴുവൻ തെറ്റാണെന്ന് അപ്പോൾ ബോധ്യമായി. പിന്നെ ശരി ഏതാണെന്ന് അന്വേഷിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഒരു നടനാവുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമ്മുടെ ബ്ലോക്സ്, അതിനെ ഓവർകം ചെയ്യുക, ഒരുപാട് പ്രശ്നമുണ്ട്. അങ്ങനെ നാടകത്തിൽ വന്നിട്ട് സാധാരണ പെരുമാറ്റത്തിനൊക്കെ അപ്പുറത്തുള്ള, ഇപ്പം രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവണ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതേസമയം ഞാൻ എന്ന് പറയുന്നിടത്ത് വരുന്ന ഒരു ചെറിയ എലിമെൻ്റ് ഓഫ് സ്റ്റൈലൈസേഷൻ നാടകത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുതിയതിലേക്ക് പറിച്ചു നടാൻ വരുന്ന ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ അതുമായിട്ടങ്ങ് ചേരുക. സിനിമയിലേക്ക് ചെല്ലുമ്പോഴും ഈ പ്രശ്നമുണ്ട്. ആദ്യമൊക്കെ നാടകത്തിൽ ഉറച്ചുപോയി വളരെ കണ്ടീഷൻഡായ ഒരു നടൻ അതിൽ നിന്ന് വളരെ റിലാക്സ്ഡായിട്ട്, വളരെ സോഫ്റ്റായിട്ട് സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഓവറായി പോകുന്നതല്ല, മറ്റേടത്ത് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്യാമറയുടെ മുമ്പിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതാവുന്ന ധാരണയില്ല. പിന്നെ ഈ മീഡിയ നമ്മൾ മനസ്സിലാക്കുക, പെരുമാറാനായിട്ട്. അന്ന് പഞ്ചാഗ്നിയിൽ അഭിനയിക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഞ്ചാഗ്നി മാത്രമല്ല, അതിൽ 4-5 പടങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്ലോസ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ലുക്ക് കൊടുക്കുന്നത്, അതിന്റെ എക്സ്പ്രഷന്റെ കൂടുതലായി ആദ്യം സമയം പ്രശ്നമാണ്. പക്ഷെ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവുകയാണ്. പിന്നെ നമ്മൾ ഈ മീഡിയത്തിൽ ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലോസപ്പ് വെക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് ഒരു ധാരണ, അപ്പോൾ ഏത് ലെൻസാണെന്ന് ഇയാൾ അറിയേണ്ട കാര്യമില്ല, നടൻ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ക്യാമറയുടെ ഒരു പ്രോക്സിമിറ്റി, അതിൻ്റെ ലുക്ക്, അതുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾക്ക് തോന്നും. സ്റ്റേജിൻ്റെ കൂട്ട് രാധാകൃഷ്ണൻ പറഞ്ഞത് ഈ കുറേ നാളിങ്ങനെ, ഇപ്പോൾ നമ്മൾ സിനിമാ നടൻ്റെ ഏറ്റവും വലിയൊരു ദോഷമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സ്വയം ആവർത്തനം എന്ന് പറയുന്ന സംഗതിയാണ്. സ്വന്തം രീതിയെ ആവർത്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എല്ലാ നടനും ഉണ്ട്. മാനറിസംസ് വന്നുകൊണ്ടേയിരിക്കും.
അത് മാത്രമല്ല ഒരു സൂപ്പർ സ്റ്റാർ ആയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല. കാരണം അത് അവരുടെ കുറ്റപ്പെടായിട്ട് കാര്യമില്ല. അതാണ് അതാണ് വേണ്ടത് വേണ്ടത് ജനങ്ങൾ അത് ആവശ്യപ്പെടുന്നു എന്നാണ് അവര് എന്ന് പറയുന്നു. നമുക്കറിയില്ല, ജനമൊന്നും ആവശ്യപ്പെടുന്നില്ല. അവര് പറയുന്നത്. അതെ. അപ്പോൾ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു, അതിൽ ചിലർ പറയുന്നു കാരിരുമ്പിൻ്റെ കരുത്താണ്, ചിലർ പരിക്കനാണ് എന്നൊക്കെ പറയുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ ആലോചിക്കുക ഇത്ര നല്ലവനാവണ്ട, ഒരു പന്ന കഥാപാത്രം ചെയ്യാൻ. അങ്ങനെയുണ്ടല്ലോ, അതൊരാശ്വാസം. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ വർഷവും പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു ചിത്രമെങ്കിലും ഒരു 10-12 വർഷമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ശരിയാ, ഉണ്ട്. കാരണം എനിക്ക് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് 1990-ലാണ്. അമരം സഹനടനുള്ളത്. പിന്നെ ഒരു 2 വർഷം കൂടുമ്പോൾ ഈ അവാർഡിൻ്റെ പരിസരത്തെങ്കിലും എൻ്റെ പേര് പറയപ്പെടുന്നൊരു ഭാഗ്യം എനിക്ക്. അത് ഈ പ്രോജക്റ്റുകളുടെയാണ്. 92-ൽ ആധാരത്തിന് നല്ല നടൻ കിട്ടി. 94-ൽ എൻ്റെ ഏതൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. 96-ൽ നല്ല നടൻ കിട്ടി. 98-ൽ കിട്ടി. 2001 കിട്ടി. 2 വർഷം 3 വർഷം കൂടുമ്പോൾ ഇതിനോടൊന്ന് കിട്ടുന്നുണ്ട്. അത് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം പ്രോജക്റ്റിൽ അഭിനയിക്കുക മാത്രമാണ് ഒരു നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുക.